പത്തനംതിട്ട കോന്നിയുടെ ഗ്രാമീണ വനമേഖലകൾ അപൂർവ പക്ഷി സമ്പത്തിനാൽ സമൃദ്ധമെന്ന് കണ്ടെത്തൽ. സ്പാരോ നേച്ചർ കൺസർവേഷൻ ഫോറം നടത്തിയ പക്ഷി സർവേയിലാണ് കോന്നി കേന്ദ്രീകരിച്ചുകൊണ്ട് 80ഓളം ഇനം പക്ഷികളെ കണ്ടെത്തിയത്. മേഖലയിൽ മയിലുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്കാജനകമായ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സൂചനയാണെന്നും സർവേ വിലയിരുത്തുന്നു. കോന്നിയുടെ ജൈവ വൈവിധ്യ സമ്പത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ് സ്പാരോ നേച്ചർ കൺസർവേഷൻ ഫോറത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പക്ഷി സർവേ ഫലം. ജനുവരി മുതൽ മെയ് വരെ അട്ടച്ചാക്കൽ, ചിറ്റാർ, വകയാർ, ചെങ്ങറ തുടങ്ങി കോന്നിയുടെ വിവിധ നാട്ടിൻപുറങ്ങളിൽ നടത്തിയ നിരീക്ഷണത്തിലാണ് 80ഓളം ഇനം പക്ഷികളെ കണ്ടെത്തിയത്. കരിയിലക്കിളി, ഓലഞ്ഞാലി, ചിന്നക്കുട്ടുറുവൻ, കാക്കത്തമ്പുരാട്ടി, ഇരട്ടത്തലച്ചി, വേലിത്തത്ത, മഞ്ഞക്കിളി തുടങ്ങി ഒട്ടുമിക്ക നാട്ടുപക്ഷികളെയും എല്ലാ പ്രദേശങ്ങളിലും വ്യാപകമായി കണ്ടെത്താനായിട്ടുണ്ട്. ഒരു കാലത്ത് അപ്രത്യക്ഷമായെന്ന് കരുതിയ അങ്ങാടിക്കുരുവികളുടെ സാന്നിധ്യവും സർവേയിൽ ശ്രദ്ധേയമായി. എന്നാൽ ബലിക്കാക്കകൾ, ഉപ്പൻ, പരുന്തുകൾ എന്നിവയുടെ എണ്ണത്തിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം മേഖലയിൽ മയിലുകളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് ഗൗരവത്തോടെയാണ് പരിസ്ഥിതി പ്രവർത്തകർ കാണുന്നത്. പ്രദേശത്തെ അന്തരീക്ഷ താപനിലയിലുണ്ടായ ആപൽക്കരമായ വർധനവിന്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും സൂചനയാണിതെന്ന് സ്പാരോ നേച്ചർ കൺസർവേഷൻ ഫോറം സെക്രട്ടറി ചിറ്റാർ ആനന്ദൻ വ്യക്തമാക്കുന്നു. കോന്നി നമ്മൾ കണ്ടത് ഏകദേശം 80ഓളം ഇനം പക്ഷികളെയാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ നേരത്തെ ധാരാളം ബലിക്കാക്കകളുണ്ടായിരുന്നു. ആ ബലിക്കാക്കളുടെ കുറവ് നമ്മൾ കണ്ടു. അതുപോലെ വനമേഖലയുമായി ബന്ധപ്പെട്ട ഭാഗത്ത് ഈ പുള്ളിപ്പരുന്ത്, വലിയ പുള്ളിപ്പരുന്ത്, കരിമ്പരുന്ത്, ഈ പുള്ളിപ്പരുന്തിനും കരിമ്പരുന്തിനെയും കാണാനില്ല. നേരെ മറിച്ച് ചെറിയ ചക്കിപ്പരുന്ത്, അതുതന്നെ ഈ ചെറിയ ഇനം പരുന്തുകളുണ്ട്. അത് അട്ടച്ചാക്കൽ ഭാഗത്ത് അച്ചൻകോവിൻ്റെ തീരത്ത് കൂട് വെക്കുന്നുണ്ട്. ഈ വലിയ പരുന്തിന് നാശം എന്ന് പറയുന്ന ഭാവിയിലേക്ക് നമ്മുടെ അന്തരീക്ഷം എത്രമാത്രം മോശമായി ഈ പരിസ്ഥിതി നാശമായിരിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ പക്ഷികളുടെ ആ നാശമെന്ന് പറയുന്നത്. അവളപ്പാറ കൃഷി, ആ മലയെല്ലാം ഇടിച്ച് നിരത്തി കഴിഞ്ഞു. കൃഷി യൂണിറ്റുകളുടെ ഒരു വലിയ പൂരമാണ് അവിടെ നേരത്തെ എന്ന് പറയും ധാരാളം മരങ്ങളെല്ലാം നിറഞ്ഞ ഒരു പ്രദേശം. ഇന്നവിടെ വലിയ ചൂടാണ്. കോന്നിലെ ഏറ്റവും ചൂടുള്ള ഒരു പ്രദേശം തവളപ്പാറ. അവിടെയാണ് മയിൽ, ഇന്ന് ഏറ്റവും കൂടുതലുള്ള മയിൽ ഉള്ളത് അവിടെയാണ്. ജലാശയങ്ങളിലും നദീതീരങ്ങളിലും മീൻകൊത്തിച്ചാത്തൻ, നീലപ്പൊന്മാൻ, നീർക്കാക്കകൾ എന്നിവയെയും വയൽപ്രദേശങ്ങളിൽ കുളക്കൊക്ക്, കാലിമുണ്ടി, ചാരമുണ്ടി, നീലക്കോഴി എന്നിവയെയും കണ്ടെത്തി. വനമേഖലയോട് ചേർന്ന ഭാഗങ്ങളിൽ കോഴിവേഴാമ്പൽ, കാട്ടുകോഴി എന്നിവയ്ക്കൊപ്പം അപൂർവ ഇനങ്ങളായ കാട്ടുമൈന, ചെമ്പുകൊട്ടി, ഇണങ്ങാത്തേവൻ, ലളിതക്കിളി, തീച്ചിന്നൻ, വെള്ളിമൂങ്ങ എന്നിവയുടെ സാന്നിധ്യവും സ്ഥിരീകരിച്ചു. സർവേയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വംശനാശ ഭീഷണി നേരിടുന്ന വലിയ പുള്ളിപ്പരുന്തിന്റെ സാന്നിധ്യമാണ്. കോന്നിയുടെ കാടുകളും നാട്ടിൻപുറങ്ങളും ഇന്നും അപൂർവ ജീവജാലങ്ങൾക്ക് സുരക്ഷിത താവളമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ സർവേ ഫലം. അമൃത ന്യൂസ്, പത്തനംതിട്ട.